ജനങ്ങളാൽ തിരഞ്ഞെടുപ്പെടുന്ന അധികാരവർഗങ്ങളും അധികാര സമൂഹങ്ങളും ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ സർക്കാർ ഓരോ മന്ത്രിസഭയും അധികാരത്തിലേറുമ്പോൾ നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങളും ഒരുപാട് ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറി. ചെങ്കൊടി പ്രസ്ഥാനവും ത്രിവർണ്ണ പതാകയും ഒടിയ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭാഗത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമുന്നതമായ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളം. ജനങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വികസനവും വിവേകബുദ്ധിയും കൂടുമ്പോൾ നമ്മുടെ കേരളം തമിഴ്നാടിനെ അപേക്ഷിച്ച് കർണാടക സംബന്ധിച്ച് ഇന്ത്യയെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അപേക്ഷിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് കൂടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. റോഡിൻ്റെ വീതികൾ ആക്സിഡൻറ്റ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് മലപ്പുറം ഭാഗത്തും മലബാർ ഏരിയയിലും കേരളത്തിലുമാണ് എന്നുള്ളത് ആ സമുന്നതമായ വേദനാജനകമായ കാഴ്ച മാറി. ജനങ്ങൾ ആര് ഭരിക്കുന്നു? കേരളം 5 വർഷം LDF ഭരിക്കുന്നു. LDF ഭരിച്ച് ആനുകൂല്യത്തിൻ്റെ LDF സർക്കാർ. ഞാനും ഒരു സഖാവായിരിക്കാം, എങ്കിലും തിരഞ്ഞെടുപ്പിൻ്റെ ആ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വാഗ്ദാന ഭൂമിയിൽ നമ്മൾ പല വാഗ്ദാനവും നിറവേറ്റിക്കൊണ്ടു പോകുന്നു. UDF സർക്കാർ അധികാരത്തിൽ വന്നാലും LDF സർക്കാർ അധികാരത്തിൽ വന്നാലും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാണ് താരങ്ങൾ എന്നുള്ളതായി മാറിയാണ്ട് നമ്മുടെ കേരളത്തിൽ വികസനം അന്യം നിന്ന് പോകുന്നു. ഇപ്പോൾ നമ്മൾ പറയും റേഷൻ ഷാപ്പിൽ അരി 3 രൂപയ്ക്ക് 2 രൂപയ്ക്ക് കിട്ടും. റോഡിൻ്റെ കാഴ്ച സ്മാർട്ട് സിറ്റി ഇതിൻ്റെ മുന്നേ വന്നപ്പോൾ നമ്മളതിനെ എതിർത്തു. 12 മീറ്റർ 18 മീറ്റർ നാഷണൽ ഹൈവേ എന്ന് കേരളത്തിൽ കാണാൻ കാഴ്ചയില്ല. ഒരു വണ്ടി റോഡിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെ നമ്മൾ കല്ലെടുത്ത് എറിയാനോ അവരെ കൊഞ്ഞനം കുത്താനോ, ഒരു ലേഡീസ് ഒരു പെണ്ണ് വണ്ടി ഓടിക്കൊണ്ടു പോകുമ്പോൾ പെണ്ണിനെ കൊഞ്ഞനം കുത്തി കളിയാക്കാനും അതാണോ നമ്മുടെ സംസ്കാരം? ആശമന്നമായ തിരഞ്ഞെടുപ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല മഹാനായ EMS നമ്പൂതിരിപ്പാടും കരുണാകരനും കായികമില്ലാത്ത ഇസ്മായിൽ മുഹമ്മദ് സാഹിബും CH മുഹമ്മദ് സാഹിബും ആണ് ഒരു പ്രസ്ഥാനം എന്ന് നമുക്ക് രാഷ്ട്രീയം കച്ചവടമായിരിക്കും. കച്ചവടത്തിൻ്റെ പേരിൽ പണത്തിൻ്റെ പോക്കത്ത് എല്ലാവരും പണം ഇല്ലാത്തവരായിരുന്നുവെങ്കിൽ നാടിൻ്റെ സ്ഥിതി എന്തായിരുന്നു? അതുകൊണ്ട് ആസന്നമായ തിരഞ്ഞെടുപ്പ് സംജാതമായിക്കൊണ്ടിരിക്കും. തമ്മിൽ അകറ്റാൻ നമ്മളെ മീഡിയകൾ ശ്രമിക്കണം. കാരണം അവർക്ക് ന്യൂസ് കവറിങ്ങാണ് കാഴ്ച. ന്യൂസിൽ എന്താ വരുന്നത് നോക്കി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ നമ്മളെ തമ്മിൽ, അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന കാണുന്ന സ്നേഹിതന്മാരെ തമ്മിൽ തെറ്റിക്കാൻ പോലും നമ്മുടെ പ്രചരണങ്ങൾക്കാവുന്നു. ഞാനൊരു സഖാവായിരിക്കാം, നിങ്ങളൊരു മുസ്ലിം ലീഗുകാരനായിരിക്കണം, ഞാനൊരു കോൺഗ്രസ്സുണ്ടായിരിക്കും. പക്ഷേ നമ്മളെ സുഹൃത്ത് ബന്ധം മീഡിയ അതായത് ഈ TV ചാനൽ അല്ലെങ്കിൽ അവരെ ന്യൂസ് കവറേജിന് നിൽക്കുക, അവരുടെ ബിസിനസ് അതാണ്. ആ ബിസിനസ് അതായിട്ട് അതിൽ നിന്ന് വ്യതിചലിച്ചും കൊണ്ട് സുഹൃത്തുക്കളുമായി ഒറ്റക്കെട്ടായി തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ എപ്പോഴും ഒറ്റപ്പെടുത്തി, വിഷം ചെയ്യുന്നവരെ ഒന്നും ഒറ്റപ്പെടുത്തി അതിനായി ശ്രമിച്ചും കൊണ്ട് ഈ വരുന്ന തിരഞ്ഞെടുപ്പിലെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുപ്പെടുത്ത ആ സർക്കാരിന് നിങ്ങളെ വിലയേറിയ വോട്ടവകാശം ഉപയോഗപ്പെടുക്കുക. എനിവേ, വീണ്ടും സത്യവും വരെ വടക്കം. ജയ. പറയാനുള്ള കാര്യം